കോഴിക്കോട് മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭഗവാന് കാണിക്ക വെച്ച സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസമെന്ന് പരാതി. ക്ഷേത്രത്തിലുള്ളത് മുക്കുപണ്ടമാണെന്നും പോലീസിൽ പരാതി നൽകി. സ്വർണത്തിന്റെ ഉൾപ്പെടെകൾ 32 11 ഇപ്പം നിലവിൽ ഉള്ളൂ. പിന്നെ 5 മുക്കുപണ്ടായി മാറി, ബാക്കി കാണുന്നില്ല. അതിൽ അർപ്പന ഉൾപ്പെടെയുള്ള സ്വർണങ്ങൾ എൻ്റെ അടുത്ത് ഉൾപ്പെടെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് രേഖകളൊക്കെ കൈമാറണം എന്ന് പറഞ്ഞ് ആ രേഖകൾ ഉൾപ്പെടെകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പം പിന്നെ ആണ് തട്ടാൻ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ആണിത് സ്വർണ്ണമല്ല എന്ന് കാണുന്നതും ഇത്ര എണ്ണമുള്ളൂ കാണുന്നതും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാന്നിധ്യത്തിലാണ് ഉണ്ടായത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, ഈ പരാതി ഉയരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഈ പരിശോധന വേണമെന്ന് തോന്നിയത് എങ്ങനെയാണ്? ഇപ്പോൾ മുക്കുപണ്ടമാണെന്ന് സ്ഥിരീകരണം ഉണ്ടാകുന്നത് സ്മിത്ത് അടക്കം വന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണോ? തീർച്ചയായും മാധു, മുക്കം നീലേശ്വരം കുന്നത്തുപറമ്പ് ശിവക്ഷേത്രത്തിൽ ആണ് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളിലാണ് ഇപ്പോൾ അവിടെ കാണാനില്ല, മോഷണം പോയി എന്നുള്ള പരാതി ഉണ്ടായിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ അവിടെ നടത്തിയ പരിശോധനയിൽ മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ അവിടെ 32 സ്വർണത്തിന്റെ ചന്ദ്രക്കലയും 12 താലിമാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ അവിടെ കാണിക്കയായി സമർപ്പിച്ചതായി അവിടെ കണ്ടെത്തിയിരുന്നു, രേഖപ്പെടുത്തിയിരുന്നു. അത് പക്ഷേ പിന്നീട് ഒക്ടോബർ 4 നടത്തിയ പരിശോധനയിലാണ് അത് സ്വർണ്ണ ചന്ദ്രക്കല എന്നുള്ളത് 32 ഉള്ളത് അത് 6 എണ്ണമായി ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ താലിമാല 12 എണ്ണമുള്ളത് 4 എണ്ണമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ളത് അവിടെ കാണാനില്ല, മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 4 താലിമാല അവിടെ ഉള്ളതിൽ തന്നെ അത് സ്വർണ്ണമല്ല മുക്കുപണ്ടമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം അവിടെ തട്ടാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ടുവന്ന് എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ഈ രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ കുറവും അതുപോലെ തന്നെ ഉള്ള സ്വർണം തന്നെ അത് യഥാർത്ഥ സ്വർണ്ണമല്ല മുക്കുപണ്ടമാണെന്നും വ്യക്തമായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഇങ്ങനെ കാണിക്കയായി ലഭിക്കുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.